കോട്ടപ്പുറം ഹെലൻ കെല്ലർ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പുത്തൻ അനുഭവമൊരുക്കി കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC. റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ ഭാഗമായി കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC ആർമി യൂണിറ്റ് സംഘടിപ്പിച്ച എക്സിബിഷൻ കോട്ടപ്പുറം ഹെലൻ കെല്ലർ സ്കൂളിലെ കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്ക് വ്യത്യസ്ത അനുഭവമായി. സായുധ സേനകളുടെ യൂണിഫോം, ആയുധങ്ങൾ എന്നിവയെക്കുറിച്ച് ഇതുവരെ കേട്ടറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പട്ടാളക്കാരുടെ യൂണിഫോം, ആയുധങ്ങൾ എന്നിവ തൊട്ടു മനസ്സിലാക്കാനുള്ള അവസരമാണ് ഇവർക്ക് ലഭിച്ചത്. തോക്കുപോലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്ന വിധവും കുട്ടികൾ പരിശീലിച്ചു. കോട്ടപ്പുറം ഹെലൻ കെല്ലർ അന്ധവിദ്യാലയത്തിലെ കാഴ്ച പരിമിതിയുള്ള കുട്ടികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാർ, സ്കൗട്ട് ആൻഡ് ഗൈഡ്, ഹൈസ്കൂൾ വിഭാഗം, SPC, റെഡ് ക്രോസ്, ലിറ്റിൽ കൈറ്റ്സ് എന്നിവർ പങ്കെടുത്തു. NCC കാഡറ്റുകൾ വളരെ നല്ല രീതിയിൽ വിശദീകരണം നൽകുകയും ഇത് ഏവർക്കും ഉപകരണങ്ങൾ കണ്ടും ശബ്ദങ്ങൾ കേട്ടും തൊട്ടറിഞ്ഞും കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധ്യമാവുകയും ചെയ്തു. ഹെലൻ കെല്ലർ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഇത്തരം ഒരു അനുഭവം പകർന്നു നൽകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടെന്ന് പ്രിൻസിപ്പൽ N. സുജാത പറഞ്ഞു. NCC യൂണിറ്റിൽ ഉപയോഗിക്കുന്ന അവരുടെ ബാഡ്ജസ്, അവരുടെ ആംസ്, അമ്യൂണിഷൻസിൻ്റെ ഒക്കെ ഒരു എക്സിബിഷനാണ് നടത്തിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ഉപകാരപ്പെട്ടത് അവർക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള ഹെലൻ കെല്ലർ ബ്ലൈൻഡ് സ്കൂളിലെ കുട്ടികൾക്ക് ഈ കാര്യങ്ങളെല്ലാം അവർക്ക് തൊട്ടറിയാനും കേട്ടറിയാനുമുള്ള ഒരു അവസരം ഉണ്ടായി. വളരെ ഭംഗിയായിട്ട് തന്നെ ഇത് സംഘാടകർ, നമ്മുടെ NCC കാഡറ്റ്സ് വളരെ ഭംഗിയായിട്ട് തന്നെ നടത്തുവാനും സാധിച്ചു. ദൃശ്യാനുഭവങ്ങളുടെ അഭാവം കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്ക് അർത്ഥപൂർണതയോടെ വാക്കുകൾ ഉൾക്കൊള്ളുന്നതിന് തടസ്സമാണ്. നേരിട്ടുള്ള അനുഭവങ്ങൾ ഒരു പരിധിവരെ ഇത് മറികടക്കാൻ ഉപകരിക്കുമെന്ന് ഹെലൻ കെല്ലർ സ്കൂൾ പ്രധാന അധ്യാപിക നോബിൾ മേരി പറഞ്ഞു. ഞങ്ങള് ഒരു ആവശ്യം ഈ കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC വിഭാഗത്തിന്റെ ഓഫീസറായിട്ടുള്ള ബിനീഷ് മാഷിന്റെ മുമ്പിൽ വെക്കുകയായിരുന്നു. കാരണം കാഴ്ച പരിമിതിയുള്ള ആളുകളുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ലാക്ക് ഓഫ് റേഞ്ച് ആൻഡ് വെറൈറ്റി ഓഫ് എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ഞാനൊക്കെ തന്നെ ജന്മനാ കാഴ്ചയില്ലാത്ത ആളുകളാണ്. അപ്പോൾ ജന്മനാ കാഴ്ചയില്ലാത്തവർക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് കേട്ടറിയാമെങ്കിലും കണ്ടറിയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എല്ലാത്തിനെയും കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാവാൻ അത് പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിലെ സയൻസിന്റെ അധ്യാപകനായിട്ടുള്ള ക്ലിൻഡ് മാഷാണ് ഈ ഒരു, അതായത് ഇത്തരം സാധനങ്ങൾ, അതായത് പട്ടാളക്കാർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും മറ്റ് അവരുടെ വസ്ത്രം ധരിക്കുന്നതിൽ ഒരുപാട് പിന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപാട്, പിന്നെ ബെൽറ്റ്, അതുപോലെ നെക്ക് പാഡ്, ഇങ്ങനെ ഹെൽമെറ്റ്, തൊപ്പി, ഇങ്ങനെ ഒത്തിരി സാധനങ്ങൾ, അത്തരത്തിലുള്ള സംഗതികളൊക്കെ തന്നെ നേരിട്ട് കാണാൻ ഒരു അവസരം കിട്ടിയാൽ നന്നായിരുന്നു എന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ എന്തായാലും ഒരുപാട് അതിന് നന്ദി എന്ന് പറഞ്ഞാൽ തീരൂല. കാരണം എന്താ പറയാ, തോക്കൊക്കെ വെച്ചൊന്ന് വെടിവെക്കാൻ പറ്റി. വെടിവെക്കാൻ പറ്റിയെന്ന് ഞാൻ പറയുമ്പോൾ ഒരു കുട്ടി പറയുന്ന പോലെ നിങ്ങൾക്ക് തോന്നാം, പക്ഷെ അതില് കുട്ടിത്തത്തിന്റെ ഒരു കാര്യമല്ല അതിൽ. കാരണം ഈ കാഴ്ചയില്ലാത്ത ആളുകൾ ഈ വെടിവെക്കുന്ന ശബ്ദവും, പിന്നെ അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ടൂർ പോകുമ്പോൾ ഈ തോക്കിന്റെ മോഡല് ഒക്കെ കാണുക. അപ്പൊ ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു സാമ്പിൾ വെടി വെക്കാനൊക്കെ കാഴ്ചയില്ലാത്തവർക്ക് അവസരം കിട്ടുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നി. ഇത്തരത്തിലുള്ള, അതായത് നമ്മുടെ പരിമിതികൾ അറിഞ്ഞ് ഈ നമ്മുടെ അയൽപക്ക വിദ്യാലയമായ കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC വിഭാഗത്തിന് ഇത്തരത്തിലുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. വിദ്യാർത്ഥികൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. എൻ്റെ പേര് ശ്രീലക്ഷ്മി, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഹെലൻ കെല്ലർ ബ്ലൈൻഡ് സ്കൂളിലാണ് പഠിക്കുന്നത്. എനിക്ക് ആദ്യം യൂണിഫോം ഒക്കെ കണ്ടു, പിന്നെ NCCയുടെ യൂണിഫോം ഒക്കെ കണ്ടു, പിന്നെ തോക്കൊക്കെ കണ്ടപ്പോൾ എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു. ആദ്യം എന്താ അയ്യോ എന്തെങ്കിലും പറ്റുമെന്നൊക്കെ എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ വെടി വെച്ചപ്പോൾ അത് പിന്നെ എനിക്ക് പേടിയുണ്ടായിരുന്നില്ല. ആദ്യത്തെ അനുഭവമാണ്. ഈ റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ ഇവിടെ ഞങ്ങൾക്ക് ആർമിയുടെ എല്ലാവിധ ഉപകരണങ്ങളും കാണിച്ചു തന്നു. സത്യം പറഞ്ഞാൽ കാഴ്ചയില്ലാത്തവർക്ക് ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ്. എനിക്ക് തന്നെ ആ തോക്ക് വെടിവെച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ തോക്ക് വെടിവെക്കുമ്പോൾ നമ്മുടെ ഷോൾഡർ ഒരു തരിപ്പ് വന്നു, അതൊക്കെ നമുക്ക് ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ ഇത്രയും ഇതൊക്കെ ചെയ്ത് തന്ന കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC കാഡറ്റിനോട് നന്ദി പറയുന്നു ഞാൻ. രാജ്യം കാക്കുന്ന പട്ടാളക്കാർ ധരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ചും അവർ ഉപയോഗിക്കുന്ന ആയുധങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാനും അവരുടെ ബുദ്ധിമുട്ടുകൾ കേട്ടറിയാനും കുട്ടികൾക്ക് കഴിഞ്ഞുവെന്ന് അധ്യാപകൻ ക്ലിൻഡ് മാത്യു പറഞ്ഞു. ഹെലൻ കെല്ലർ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷമുള്ള ഒരു ദിവസമാണ്.
നമുക്കറിയാം പാലക്കാട് ജില്ലയിലെ തന്നെ ഏക ബ്ലൈൻഡ് സ്കൂളാണ് ഞങ്ങളുടെ ഹെലൻ കെല്ലർ സ്കൂള്. 35 വർഷത്തോളമായിട്ട് ഇവിടെ ഉണ്ട്. നമ്മുടെ സഹോദര സ്ഥാപനമായ തോട്ടര ഹൈസ്കൂളിൽ NCC കാഡറ്റ്സ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നൊരുക്കിയ ഈ എക്സിബിഷൻ ഞങ്ങൾക്കും NCC കുട്ടികൾക്കും SBC കുട്ടികൾക്കും ഒക്കെ ആയിട്ട് ഒരുക്കിയ ഇത് വളരെ ഉപകാരമായി എന്നുള്ളതാണ് ഞങ്ങളുടെ കുട്ടികളിൽ നിന്നൊക്കെ കിട്ടുന്ന ഏറ്റവും നല്ലൊരു ഫീഡ്ബാക്ക്. അപ്പോൾ ഒരു സയൻസ് ക്ലബിൻ്റെ ഒരു വേദിയിൽ വെച്ചിട്ടാണ് കുട്ടികൾ ആദ്യമായിട്ട് ഈ തോക്കിനെ കുറിച്ചും നമ്മുടെ എവരി ആക്ഷൻ ഫോർ ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ള ആ തത്വത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കുട്ടികൾ തോക്ക് കണ്ടിട്ടില്ല, അതെങ്ങനെ ഇരിക്കും എന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയെ ശബ്ദം കൊണ്ടും അതുപോലെ തന്നെ തൊട്ടും സ്മെല്ലിലൂടെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്, ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ കുട്ടികൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ ഒരു പട്ടാളക്കാരൻ്റെ ശരീരത്തിലും അവൻ്റെ മനസ്സും അവൻ്റെ കഷ്ടപ്പാടും അവൻ്റെ ദുരിതവും അവൻ എങ്ങനെയാണ് ഈ നമ്മുടെ രാജ്യത്തെ കാക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ എൻ്റെ കുട്ടികൾക്ക് സാധിച്ചു എന്നാണ് ഞാൻ ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നിവിടെ ഏറ്റവും വലിയൊരു അത്ഭുതം തോന്നിയത് ഈ കാഡറ്റ്സ് എല്ലാവരും കൂടെ ശബ്ദങ്ങൾ കേൾപ്പിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി. അവരത് നല്ല രീതിയിൽ, അതായത് വ്യത്യസ്ത തരം ഗണ്ണുകളുടെ ശബ്ദങ്ങൾ, അതൊക്കെ കുട്ടികൾക്ക് പുതിയ അനുഭവമായിരുന്നു. അതുപോലെ അവരുപയോഗിക്കുന്ന ഉപകരണങ്ങൾ, അതായത് തൊപ്പി മുതൽ ബൂട്ട് വരെയുള്ള എല്ലാ സാധനങ്ങളും കുട്ടികളെ തൊട്ട് മനസ്സിലാക്കുവാനും, അതുപോലെ തന്നെ ഗണ്ണൊക്കെ അതിൻ്റെ ആ രീതിയും അതിൻ്റെ രൂപവും ഒക്കെ തൊട്ട് മനസ്സിലാക്കി അവർക്കത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ ഇവിടെ ഉണ്ടാക്കി തന്ന നമ്മുടെ തോട്ടര NCC കാഡറ്റ്സിൻ്റെ ഈ യൂണിറ്റിനെ മുക്തകണ്ഠം പ്രശംസിക്കാനായിട്ട് ഈ അവസരം വിനിയോഗിക്കുന്നതോടൊപ്പം തുടർന്നുള്ള കാലങ്ങളിലും നമ്മളുടെ സ്കൂളുമായിട്ട് ചേർന്ന് പല പരിപാടികളും നമുക്ക് സംഘടിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. NCC 28ാം കേരള ബറ്റാലിയന് കീഴിലുള്ള യൂണിറ്റാണ് കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്നത്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ചന്ദ്രമോഹനൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സജീവ് കുമാർ, ഹവിൽദാർ സുനീഷ്, പ്രിൻസിപ്പൽ N സുജാത, പ്രധാനാധ്യാപിക ചിത്ര, CTO ബിനീഷ്, ഹെലൻ കെല്ലർ സ്കൂൾ HM നോബിൾ മേരി ചാക്കോ, അധ്യാപകനായ ക്ലിന്റ് മാത്യു എന്നിവർ സംസാരിച്ചു.